രുചിയുടെ ഉത്സവമേളത്തിനായി കാത്തിരിക്കുന്ന കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. നമസ്കാരം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലറ്റ് ആണ്. ആ കട്ട്ലറ്റിൽ എന്തെല്ലാമാണ് ചേർക്കുന്നത് എന്ന് എന്തെല്ലാമാണ് ചേർക്കുന്നത് എന്ന് പറയൂ. ഓക്കെ, കട്ട്ലറ്റിൻ്റെ ബേസിക് റൂൾ, അതായത് കുക്കിങ്ങിൽ കട്ട്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡഡ് ആയിരിക്കണം, റോസ്റ്റഡ് ക്രസ്റ്റ് ഉണ്ടാവണം, അതിനകത്ത് വെജിറ്റബിൾ അല്ലെങ്കിൽ മീറ്റ് ഉണ്ടാവണം. ഇതാണ് കട്ട്ലറ്റിൻ്റെ റൂൾ. അപ്പോൾ ബ്രെഡഡ് ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിന് ബ്രെഡ് ക്രംബ് യൂസ് ചെയ്യുന്നുണ്ട്, മൈദ യൂസ് ചെയ്യുന്നുണ്ട്, എഗ്ഗ് കോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പാഴ്സി ഇൻസ്പയർഡ് കട്ട്ലറ്റ് ആണ്. ഇറ്റ്സ് കോൾഡ് പപ്പേറ്റാന കട്ട്ലറ്റ്. പപ്പേറ്റാന കട്ട്ലറ്റ് എന്ന് പറയുന്നത് ഈ പാർസികളുടെ കഥ. അപ്പോൾ പാർസികളുടെ കഥയൊക്കെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കി പോവാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചീസ് ഫിൽഡ് പപ്പേറ്റാന കട്ട്ലറ്റ്സ്, ഉഡുവാര ഇൻസ്പയർഡ്. ഉഡുവാര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പാഴ്സികളുടെ കുക്കിങ്ങിനെ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള പപ്പേറ്റാന കട്ട്ലറ്റ്സ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ആ പറഞ്ഞ ആ കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇൻഗ്രീഡിയൻസ് നോക്കാം. മെയിനായിട്ട് ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. അതിൻ്റെ കൂടെ മിൻറ്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും, അതായത് മല്ലിയിലയും പുതിനയിലയും യൂസ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് എരിവിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നാരങ്ങ ഒരു പുളിപ്പിന്, അതിൻ്റെ കൂടെ അംചൂർ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രെഡ് ക്രംസ്, മൈദ, ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ, കുറച്ച് റവ, ഉപ്പ്, അതിൻ്റെ കൂടെ നമുക്ക് സൈഡിന് വേണ്ടിയിട്ട് സാൽസയ്ക്ക് വേണ്ടിയിട്ട് നാരങ്ങയും തക്കാളിയും സവാളയും. സോ ഇതായിരിക്കും വളരെ ബേസിക് ആയിട്ടുള്ള കണ്ടൻറ്റ്. അപ്പോൾ ഈ ചീസ് സ്ലൈസസ് അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരു 3 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കട്ട്ലറ്റാണ്. സോ വീട്ടിൽ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് എപ്പോൾ വേണമെങ്കിൽ എടുക്കുക, ഫ്രൈ ചെയ്യുക, കഴിക്കുക. വേവിച്ച ഉരുളക്കിഴങ്ങ്, ഇതാണ് ഇതിൻ്റെ ബേസ് വരാൻ പോകുന്നത്. സോ അതിനെ മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം. പൊട്ടറ്റോ മാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യൂ. ഓക്കെ, അത് പുതിന ഇലയും മല്ലിയുടെ ഇലയും മിക്സ് ചെയ്യണ്ടേ? അത് മിക്സ് ചെയ്യാൻ പോകും. ഇത് മിക്സ് ചെയ്യണ്ടേ? അപ്പോൾ ഉപ്പിട്ട് മിക്സ് ചെയ്യാം. അത് നമുക്ക് ഫൈനലി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ ലോക്ക് ചെയ്ത് അപ്പോൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയും പുതിനയിലും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു പച്ചമുളക് അരിയണം? വേണ്ട, നമുക്ക് അതിന് ഇതുണ്ടല്ലോ. അത് അരിഞ്ഞില്ലെങ്കിൽ അരിയല്ലോ. അംചൂർ പൗഡർ. ആ പൗഡർ, അംചൂർ പൗഡർ എന്ന് പറയുമ്പോൾ ആം എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങ, ചൂർ എന്ന് പറഞ്ഞാൽ പൊടി, അതായത് പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്. അത്രേ ഉള്ളൂ. നാരങ്ങയുടെ കുരു വീഴാതെ നോക്കുക. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. ഇതൊക്കെ ഫാഷൻ അല്ലേ? പിന്നെ നമ്മളിപ്പോൾ ആദ്യം തുണി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ നല്ല ഡ്രസ്സ്, ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീട്ടിലിടും, പിന്നെ അത് നൈറ്റി ആവും, പിന്നെ നിലം തുടയ്ക്കൂലേ. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്യുന്നത്. അല്ല, ഇതിപ്പോ എന്തായി? പപ്പേറ്റാന കട്ട്ലറ്റ്സ് പാർസികളുടെ ഒരു ഡിഷാണ്. അവർക്ക് മെയിനായിട്ട് ഉരുളക്കിഴങ്ങാണ്. അവർക്ക് ചീസ് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഉടുവാഡയിലെ പാർസികൾ അവരാരാധിക്കുന്ന ആ ഫയർ ടെമ്പിൾ, അതായത് ഗുജറാത്തിലെ ആ ഉടുവാഡ എന്ന് പറഞ്ഞ സ്ഥലത്തെ ആ പാർസി ഫയർ ടെമ്പിൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫയർ ടെമ്പിളാണ്. അപ്പോൾ അവിടെയുള്ള അവരുടെ കുക്കിങ്ങിൻ്റെ സ്റ്റൈലിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പപ്പേറ്റാന കട്ട്ലറ്റ്സ്. അവർ പറയുന്നത് പപ്പേറ്റാന കട്ട്ലറ്റ്സ്, അതായത് ഉരുളക്കിഴങ്ങ് കട്ട്ലറ്റ്സ്. എന്തൊക്കെയാണ് ബേസിക്? ചീസ്, ഉരുളക്കിഴങ്ങ്, മല്ലിയില, പുതിന ഇല, അംചൂർ പൗഡർ, ഉപ്പ്, ഇതൊക്കെയാണ് ബേസിക് ഇൻഗ്രീഡിയൻസ് വരുന്നത്. പൊട്ടറ്റോ ആണ്. അപ്പോൾ അവരുടെ ആ സ്റ്റൈലിൽ, പാർസി സ്റ്റൈലിലുള്ള കട്ട്ലറ്റിൽ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ റവയാണ് കോട്ട് ചെയ്യുന്നത്. പക്ഷേ കട്ട്ലറ്റ് എന്ന് പറയുമ്പം ബേസിക് റൂൾ, അതായത് കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് സ്കൂളിൽ ചെന്നാലോ അവർ പറയുന്നത് കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡഡ് ആയിരിക്കണം, ഔട്ടർ കോട്ടിംഗ് ബ്രെഡ് ആയിരിക്കണം, ബ്രെഡ് ക്രംസ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പപ്പേറ്റാന കട്ട്ലറ്റ്സിൽ റവയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മിക്സ് ഓഫ് റവയും. അപ്പോൾ അത് എക്സാക്റ്റ് അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇൻസ്പയർഡ് പപ്പേറ്റാന. ഉണ്ടായിക്കോളൂ. അല്ല, ഇന്നത്തെ കോസ്റ്റ്യൂമിനെ കുറിച്ചൊന്നും പറയാത്തത്?
ഇന്ന് ഇതും പാഴ്സി ഇൻസ്പയർഡ് ആണ്, വൈറ്റ് ആണ്. അത് നമുക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. സോറി, കണ്ടിട്ടില്ല. കാരണം പാർസികളുടെ വേഷം നോക്കി കഴിഞ്ഞാൽ കറുത്ത തുപ്പിയും വെള്ള ഡ്രസ്സുമാണ് യൂഷ്വലി അവർ യൂസ് ചെയ്യുന്നത്. ആണുങ്ങൾ ലേഡീസ് ആകുമ്പം അവർ ശറാറ പോലത്തെ ഡ്രസ്സസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചുരിദാർ ആക്കി അതിന്. ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം നിൽക്കാൻ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. അല്ല, വേറെ കാര്യമുണ്ട്. ഈ ഏപ്രിക്കോട്ട് ഇട്ട് സ്പെക്സും വെച്ച് എല്ലാം വെച്ച് ഇനി അതും കൂടി ഇട്ട മുഖം കാണൂല. ഈശ്വരാ, ഇത്രയും താടി ഉണ്ടായിട്ട് എന്റെ മുഖം ആൾക്കാർ ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴും അന്വേഷിച്ച് നോക്കുന്നു. കാണുന്നില്ല. കാണുന്നുണ്ട്, ഉണ്ട്. ആര് പറഞ്ഞു? കാണുന്നുണ്ട്. ഇന്നലെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ അപ്സര നീ. നമ്മൾ പോയില്ലായിരുന്നു. ഓക്കെ, നമ്മൾ കട്ട്ലറ്റ് ബ്രെഡ് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. അതായത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മൈദയുടെ ഒരു സ്ലറി, എഗ്ഗിൻ്റെ ഒരു വാഷ്, ബ്രെഡ് ക്രംസ്, ഇത് മൂന്നും റെഡിയാക്കുകയാണ്. ബ്രെഡ് ക്രംസ് നമുക്കൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബ്രെഡ് ക്രംസിൻ്റെ കൂടെ കുറച്ച് റവയും കുറച്ച് പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. മൈദയിൽ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പില്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവില്ല. കട്ട്ലറ്റ് ഒരുമാതിരി തൊലി തിന്നുന്ന പോലെ ആവില്ല. ഇറ്റ് വിൽ ബി ടേസ്റ്റി. സാൽസ റെഡി. കുറച്ച് ഉപ്പിട്ടും അപ്പോൾ കൂടെ സെർവ് ചെയ്യാനുള്ള സൈഡ്സും റെഡിയായി. സാൽസ മയോണൈസ്. അപ്പോൾ ഇനി നമ്മൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ബ്രെഡിങ്ങിൻ്റെ ഒരു ടൈമാണ്. അപ്പോൾ ബ്രെഡിങ്ങിന് എഗ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മൈദയിൽ കുറച്ച് പൊടിയും അതായത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബ്രെഡ് ക്രംസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൂടെ കുറച്ച് റവ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്, ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ സാധാരണ റവ നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസിൽ ആഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്രിസ്പി നേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. സോ എണ്ണ ചൂടായി കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ ഇനി ഓരോ കട്ട്ലറ്റിനെയും എഗ് വാഷും അതിൻ്റെ കൂടെ മൈദയും മൈദ സ്ലറിയും പ്ലസ് ബ്രെഡ് ക്രംസ് അതാണ് ചെയ്യാൻ പോകുന്നത്. സോ എഗ് വാഷിൽ ആദ്യം നമ്മൾ മുക്കി ഇതിനെയാണ് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റുക. ഇതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം. 3 മാസം വരെ യൂസ് ചെയ്യാൻ പറ്റും. അത്രയും സേഫാണ്. കട്ട്ലറ്റ്സ് ഷാലോ ഫ്രൈയിങ് ആണ്. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു പാട്ടോട് ഫ്രൈ ആവുന്നവരെ പാട്ടല്ലേ? ഏതാ? ദൂരെ ദൂരെ വാനിൽ നീ തിങ്കൾ പൊന്നായുതിരവേ ഏതോ മേഘം പോലെ ഞാൻ നിന്നിൽ തന്നെ അറിയവേ നീ അറിയാൻ വൈകിയോ രാമഴ പോലാശകൾ ദൂരെ ദൂരെ വാനിൽ നീ. അറിയില്ല. So, Udvada Parsi inspired Papetana cutlets with salsa റെഡിയാണ്. ഇതിനിപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് അറിയേണ്ടത് അകത്തുള്ള ചീസ് അത് ഉരുകിയിട്ടുണ്ടാവും. ആ പൊട്ടേറ്റോയിൽ ഫ്ലേവർ ലൈമിൻ്റെയും അതിൻ്റെ കൂടെ അംചൂറിൻ്റെയും ഉണ്ടാവും. സോൾട്ടഡ് ആണ്. അതിൻ്റെ കൂടെ ആ ഒരു സോഫ്റ്റ്നെസ് ഓഫ് പൊട്ടേറ്റോ, ഹാർഡേ അല്ലാത്ത കഴിക്കാൻ ഏറ്റവും രസകരമായ ക്രസ്റ്റ്, ക്രംബ്ലി ആയിട്ടുള്ള ക്രസ്റ്റുള്ള പപ്പേറ്റാന കട്ട്ലെറ്റ്സ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു. അതെ.
Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amruthavedi KSFE and നമ്മുടെ രാമചന്ദ്രൻ. ക്രിസും ദിവ്യം ചെയ്തെടുത്ത കട്ട്ലറ്റ്. ഇതിന്റെ പേരെന്താണ്? പപ്പിറ്റാന കട്ട്ലറ്റ്സ്. പപ്പിറ്റാന കട്ട്ലറ്റ്. പപ്പിറ്റാന കട്ട്ലറ്റ്സ്. പപ്പിറ്റാന. പപ്പിറ്റാന കട്ട്ലറ്റ്സ്. പാപ്പിച്ചാന കട്ട്ലറ്റ്. ഉടുവാര എന്ന് പറഞ്ഞൊരു ഗുജറാത്തിലൊരു സ്ഥലമുണ്ട്. ഉടുവാര എന്ന് പറഞ്ഞ ഗുജറാത്തിലൊരു സ്ഥലമുണ്ട്. ഒരു ഗ്രാമം. അവിടെയാ- ഏ? ഒരു ഗ്രാമം. ബാക്ക്ഗ്രൗണ്ട്. അതെന്തായിരുന്നു രാവിലെ അപ്പൊ ഈ ഉടുവാര എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ആദ്യമായിട്ട് പാർസികൾ പേർഷ്യന്ന് വന്ന് സെറ്റിൽ ആവുന്നത്. അവർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് പൊട്ടറ്റോസ് ആണ്. അവരുടെ ക്വിസീനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ കുക്കിംഗ് സ്റ്റൈലിൽ പാഴ്സി കുക്കിംഗ് സ്റ്റൈലിലുള്ളൊരു കട്ട്ലറ്റാണ് പപ്പിറ്റാന കട്ട്ലറ്റ്സ്. അതുകൊണ്ട് അവർ പറയുന്നത് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ തന്നെ. പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ, ചീസ്, മിന്റ്, കൊറിയാൻഡർ, ചില്ലീസ്, അംചൂർ പൗഡർ. അംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ മാങ്ങ ഉണക്കി പൊടിച്ചത്, പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്. അതിന്റെ കൂടെ നാരങ്ങയും ചേർത്ത് ബ്രെഡ് ചെയ്ത്. പിന്നെ സ്പെഷ്യലി ഇത് ബ്രെഡഡ് കട്ട്ലറ്റ് ആണ്. ശരിക്കും പാർസി ഡിഷ് ആകുമ്പം അവർ റവയിൽ മാത്രമാണ് കോട്ട് ചെയ്യുക. പക്ഷേ കട്ട്ലറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് ബ്രെഡ് എക്സ്റ്റീരിയർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കട്ട്ലറ്റ് അല്ല. കട്ട്ലറ്റിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈഡ് പീസ് ഓഫ് മീറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ മാഷ് വിച്ച് ഇസ് കോട്ടഡ് വിത്ത് ബ്രെഡ്, അതിനെ മാത്രമേ കട്ട്ലറ്റ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇൻസ്പയർഡ് എന്ന് പറയാൻ കാരണം ഇതിൽ ബ്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പാർസികൾ യൂസ് ചെയ്യില്ല, അവരതിന് പകരം റവയാണ് യൂസ് ചെയ്യുന്നത്. സോ ആ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ കൂടെ കഴിക്കാൻ സാൽസയുണ്ട്, മേയോ ഉണ്ട്, ടൊമാറ്റോ സോസ്. സാൽസ എന്ന് പറഞ്ഞാൽ സവാളയും ഉള്ളി, ഈ സംഭവം സവാളയും ടൊമാറ്റോ സാൽസ. നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? മേയോ സാൽസ എങ്ങനെ ചെയ്യുന്നത്? അത് തക്കാളിയും സവാളയും ലൈമുമാണ്. അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സാലഡ് പോലെ, പക്ഷെ അത് നമ്മൾ ഇതിന്റെ കൂടെ കഴിക്കണം. അത്ര ഫൈൻ ആയിട്ട് ചോപ്പ്. പക്ഷെ ഇത് ലെയർ പോലെ ഇരിക്കുന്നല്ലോ, അത് ഇങ്ങനെ വെച്ചപ്പോഴതാണ്. അല്ല, അത് അങ്ങനെ സോളിഡ് ആണ്, നമുക്ക് എടുക്കാം. അത് അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ കഴിക്കാൻ ആ ഒരു ഫ്ലേവർ കിട്ടാൻ. അത് മേയോയും ടൊമാറ്റോ സോസും വേണമെങ്കിൽ. കാരണം കട്ട്ലറ്റിന് സോസ് വേണം നിർബന്ധമില്ല. സാൽസ ആണെങ്കിൽ നല്ലത്. അപ്പോ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇനി ചോദിക്കാം. മനസ്സിലായല്ലോ? എന്നാ പിന്നെ ചേച്ചി പറഞ്ഞോ. ഇല്ലാതെ കഴിച്ചു നോക്കാം. ഇതെങ്ങനെയാണ് ഇത് ചെയ്തെടുത്തത്? ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഫുള്ളായിട്ട് മാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് മിൻറ്റ് ലീവ്സ്, അതായത് പുതിന ഇല, കൊത്തമല്ലി ഇല, അതിൻ്റെ കൂടെ അംചൂർ പൗഡർ, ഉപ്പ്, അതിനെ പ്രോപ്പറായിട്ട് അതിനെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു നാരങ്ങയുടെ നീര് അതൊഴിച്ച്, അപ്പോൾ അതിൻ്റെ ഔട്ടർ ലെയറായി. അത് കഴിഞ്ഞിട്ട് ചീസ് അതിനകത്ത് വെച്ച് പച്ചമുളക് സ്പൈസിന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഫുള്ളായിട്ട് ചീസ് അകത്ത് വെച്ച് ഇതിനെ കട്ട്ലറ്റ് ആക്കിയിട്ട് പിന്നെ അതിന് കോട്ടിംഗ് വരും. കോട്ടിംഗ് വരുന്നത് ആദ്യം എഗ് വാഷിൽ, അത് കഴിഞ്ഞിട്ട് മൈദയുടെ ഫ്ലവർ ലിക്വിഡ് ആക്കി അതിൽ ഉപ്പും പെപ്പറും ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ബ്രെഡ്, ആ ബ്രെഡിന് പ്രോപ്പറായിട്ടൊന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഈ കട്ട്ലറ്റ് നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ 3 മാസം വരെ അങ്ങനെ തന്നെ ഇരിക്കും. എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഫ്രൈ ചെയ്യാവുന്ന രീതിയിൽ. പക്ഷേ ഇത് ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കും. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഷാലോ ഫ്രൈ. ഈ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. എല്ലായിടത്തും. ഓക്കെ, കഴിച്ചു നോക്കാം പ്ലീസ്.
ഓക്കെ, ഇനി മാർക്ക് ഇടാനുള്ള സമയമായിട്ടുണ്ട്. അവർ ഡിസ്കസ് ചെയ്യട്ടെ, നമുക്ക് പേപ്പർ കൊടുക്കാം. അവർ മാർക്ക് ഇട്ടു. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutavedi KSFE and നമ്മുടെ രാമചന്ദ്രൻ. ക്രിസ്, ദിവ്യ ചെയ്ത വിഭവം നമ്മൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അഭിപ്രായങ്ങൾ പറയാം. ആദ്യം ബീന ചേച്ചിയും നവീൻ കഴിച്ച ഓർഡർ പോട്ടെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് ഉരുളക്കിഴങ്ങിൻ്റെ നല്ല ഫ്ലേവറുള്ള പക്ഷെ കട്ട്ലറ്റായിട്ട് എനിക്ക് എന്തോ അങ്ങനെ എന്താ പറയുക, നല്ല ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റുള്ള ഒരു ഡിഷാണത്. പിന്നെ കുറച്ചും കൂടി ക്രിസ്പിനെസ് ആയാലോ എന്നിങ്ങനെ തോന്നിയായിരുന്നു ഒരിത്തിരി കൂടെ. പിന്നെ ബാക്കി ഇതെല്ലാം ടേസ്റ്റ്, ഉപ്പ് കറക്റ്റ്, ബാക്കി എല്ലാ ചേരുവകളും കറക്റ്റ്. പക്ഷെ അതൊരു കട്ട്ലറ്റിൻ്റെ ഒരു ഇതാണോ എന്ന് എനിക്കറിയില്ല. നമുക്കിത് അതൊക്കെ അതിൻ്റെ ഓതൻറ്റിക്കായിട്ട് അവർക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പക്ഷേ കറക്റ്റ് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നല്ല അത് പിന്നെ അത് തന്നെയാണെന്ന് പറഞ്ഞല്ലോ, അത് മാത്രമേ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ അതിൻ്റെ സോസ് ഗംഭീരം. അത് രണ്ടും കൂടെ കഴിച്ചപ്പോൾ ഭയങ്കര ഒരു ഉരുളക്കിഴങ്ങ് ആ ഒരു പൊട്ടറ്റോൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതെ, അത് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി. ബാക്കി എനിക്ക് അല്ലേ നിനക്ക് തോന്നിയത് അതാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഓക്കെ, രണ്ടാമത് കഴിച്ചത് നാദിറ. ഞങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസിൻ്റെ ഒരു കുറവുകൊണ്ടായിരിക്കാം, പക്ഷേ ടേസ്റ്റ് വൈസ് ഗുഡ്. നിങ്ങൾ ടേസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല മാർക്ക് ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് ഫീൽ ചെയ്തു കട്ട്ലേറ്റ് ആണോ എന്ന്. കാരണം ഈ ഒരു നമ്മൾ ഈ വടാപ്പാവ് എന്തോ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു ഡിഷ് തന്നെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നതും അല്ലേ. പട്ടിരാണ കട്ട്ലേറ്റ്സ് ഉരുളക്കിഴങ്ങിന്റെ കട്ട്ലറ്റ് അല്ല, പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ഇത് കട്ട്ലേറ്റ് അല്ല. ശരിക്കും ഇത് അവിടെ കട്ട്ലറ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കണ ഇങ്ങനെ. നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം കേട്ടോ. നമ്മുടെ ടിക്കി എന്ന് പറഞ്ഞാൽ ബ്രെഡ് കോട്ടിംഗ് ഉണ്ടാവില്ല, കട്ട്ലറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് കോട്ടിംഗ് ഉണ്ടാവും. രണ്ടും ഇതുപോലെ തന്നെയായിരിക്കും. ഫസ്റ്റ് എനിക്ക് ക്രിസ് ഏട്ടൻ വന്ന് ആധികാരികമായിട്ട് കഥ പറയുമ്പോഴത്തേക്കും കൂടെ നിങ്ങളുടെ ദിവ്യജിയുടെ അതേ എക്സ്പ്രഷൻ ആയിരുന്നു എനിക്കും. നമുക്കറിയില്ല, നമ്മൾ കുറെ മണ്ടന്മാര്, നമ്മൾ എന്ത് പറഞ്ഞും പറ്റിക്കാന്നുള്ളൊരു ധാരണ അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് കഥ ഇതിന്റെ ബാക്ക് സ്റ്റോറി നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ തമാശ രീതിയിൽ പറഞ്ഞെന്നുള്ളത് സത്യമായിരിക്കും അത്. അപ്പൊ ഇത് കഴിച്ചപ്പോഴത്തേക്ക് ഞാനൊക്കെ ആകെ കഴിച്ചണ കട്ട്ലേറ്റ് എന്ന് നമ്മുടെ ബേക്കറി കിട്ടണ ചിക്കൻ കട്ട്ലേറ്റും എൻ്റെ മനസ്സിൽ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെയും മീറ്റിൻ്റെയും മാത്രം. അതിൽ ഡിഫറൻസ് വരുന്ന ഒരു കാര്യം, അത് ബ്രെഡ് ക്രംസ്, സ്റ്റോർ ബ്രോഡ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന കാരണം അത് ഡാർക്ക് ബ്രൗൺ ആയിട്ട് അവർ മൈദ മാത്രം യൂസ് ചെയ്ത് കോട്ട് ചെയ്യുന്ന കാരണം ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ തിക്കായിരിക്കും അതിൻ്റെ സ്കിൻ. അപ്പോൾ ഈ തൊലിയിൽ കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാകുന്ന കട്ട്ലറ്റാണ് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്നത്. അത് സ്റ്റോർ ബ്രോഡ് ഇതാണ്. ഇത് ബ്രെഡ് ഇപ്പം പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കി വളരെ സോഫ്റ്റ് ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു മേഘത്തിൻ്റെ കഷ്ണം കഴിച്ച പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കണം. അതാണ് കട്ട്ലറ്റ്. ഞാനിത് ഒപ്പീനിയനായിട്ട് പറയണതല്ല, റിവ്യൂ എന്നുള്ള രീതിയിൽ പറയണമെന്നുള്ളൂ. ഭക്ഷണം നമ്മൾ പോയി കഴിക്കുമ്പോഴത്തേക്ക് അല്ലാണ്ട് ഇത് പറയാനുള്ള ഞാനോ അതൊന്നും എനിക്കില്ല. ആകെ കഴിച്ച് എന്താ ഫീൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, അതെല്ലാവരുടെ ഫുഡാണെങ്കിൽ കൂടി. അപ്പോൾ എനിക്ക് ഞാൻ നാദ്രനോട് പറഞ്ഞതുപോലെ കഴിച്ചപ്പോഴത്തേക്കും ഒരു നോർത്ത് ഇന്ത്യനിലുള്ള, കാരണം ഇതൊന്നും കഴിച്ചിട്ടില്ല മുൻപ്, ഒരു സംഭവമാണ് ഫീൽ ചെയ്തത്. നമ്മുടെ ഈ മിന്റിന്റെയും പൊട്ടാറ്റോ ഒക്കെ വന്നപ്പോഴത്തേക്കും ഒരു എന്താ പറയാ, എന്താ വടാപ്പാവും ബേൽപൂരി എന്നൊക്കെ ഒരു ആ ഒരു കാറ്റഗറി പോലെ. പക്ഷെ ടേസ്റ്റ് നല്ലതായിരുന്നു. എനിക്ക് ബാക്കി എനിക്ക് ഫീൽ ചെയ്ത് ഇതാണ്, അത്രേ ഉള്ളൂ. സത്യസന്ധമായി പറഞ്ഞ ഒരു കട്ട്ലറ്റിന്റെ വിഭാഗത്തിൽ പെടുത്താൻ പറ്റില്ലെന്നാണ് എനിക്കും തോന്നിയത്. കാരണം ഞാനൊരു നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഈ പൊട്ടറ്റോ വെച്ച് ചെയ്യുന്ന ഡിഷസ് മെയിനായിട്ട് നമ്മളൊരു മെയിൻ കോഴ്സ് പോലെ കഴിക്കാറുണ്ട്. നമ്മൾ കുട്ടിക്കാലത്തിലെ പൊട്ടറ്റോ പുഴുങ്ങി കുഞ്ഞുങ്ങൾക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കും, ബട്ടറൊക്കെ ചേർത്ത്. കാരണം പോഷക സമൃദ്ധമാണ്, നല്ല പുഷ്ടി വയ്ക്കാൻ. പിന്നെ ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ബട്ടറിൻ്റെയും ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ ഇത് ഈ കട്ട്ലറ്റ് വിഭാഗത്തിൽ പെടുത്താൻ എൻ്റെ അറിവിലും എനിക്ക് തോന്നുന്നില്ല. ഇത് മെയിനായിട്ട് നമ്മൾ ബീഫ് സ്റ്റേക്ക്, ചിക്കൻ സ്റ്റേക്കിന് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ഇപ്പം നമ്മുടെ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ കൂടെ വെക്കുന്നൊരു മെയിൻ സംഭവമുണ്ട്, ഒരു ഡിഷ്, ഈ പൊട്ടറ്റോ. അതിനെ ഒന്ന് ശാലോ ഫ്രൈ ചെയ്ത് ഒരു മിന്റൊക്കെ ഇട്ടിട്ട് ചില സ്ഥലത്ത് മിന്റും കൊത്തമല്ലി ഒന്നും വരത്തില്ല. ചില സ്ഥലത്ത് ചിലർ മിന്റും നാരങ്ങ നീരൊക്കെ ഒഴിക്കും. ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ കഴിക്കുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ഡിഷ് കോമ്പിനേഷൻ അതിൻ്റെ കൂടെ ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയ. കട്ട്ലറ്റിൻ്റെ ആയിട്ട് തോന്നിയില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു ബ്രെഡ് മാത്രം. ഞങ്ങൾ ചെയ്തതും മൈദയൊന്നും ഉപയോഗിച്ചിട്ടില്ല, വെറും ബ്രെഡിലാണ് കട്ട്ലറ്റ് ഉണ്ടാക്കിയത്. വേറെ മൈദ, വേറെ കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ചെയ്ത കട്ട്ലറ്റിൽ. ബ്രെഡിൻ്റെ ബ്രെഡ് ക്രംസ് വെച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പം ആ ഒറ്റ ഇതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ടേസ്റ്റി സാധനം,
ആൻഡ് എനിക്ക് ആ സാൽസ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭയങ്കര ടേസ്റ്റ്. ദീപൻ ചേട്ടൻ എനിക്കും ആദ്യം ഫീൽ ചെയ്ത സാധനം ഇത് തന്നെയാണ്. പക്ഷേ ടേസ്റ്റ് വൈസ് ഭയങ്കരമായിട്ട്, കാരണം ഒന്നാമത് നമ്മൾ ഈ സിസ്ലറൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈഡ് ഡിഷാണ് ഈ പൊട്ടാറ്റോ സ്മാഷ് ചെയ്തതും. ഈവൻ മിൻറ്റ് അതിൽ ചേർത്തിട്ടും മിൻറ്റ് ചട്നി പോലത്തെ ഒരു സംഭവം നമുക്കുണ്ട് പ്ലേറ്റർ മേടിക്കുമ്പോഴും ഇതൊക്കെ മേടിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എനിക്ക് ഓൾറെഡി ആ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ആ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു, ആ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ എനിക്ക് കട്ട്ലേറ്റ് വിഭാഗത്തിലാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരു സ്ഥലം പറഞ്ഞു, ഇനി അവിടുത്തെ, കാരണം എനിക്ക് അതിനെ പറ്റി അറിയില്ല. അപ്പം അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ഒരു ഡൗട്ട് ഉണ്ട്, കാരണം നമ്മൾ കഴിക്കുന്ന സിസ്ലറിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സൈഡ് ഡിഷാണോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചേട്ടൻ പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന ഒരു കട്ട്ലേറ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ടേസ്റ്റ് വൈസ് ഇറ്റ്സ് ഗുഡ്. എനിക്ക് ഒരു അഭിപ്രായം കൂടി, ഇപ്പൊ ക്രിസ്തേട്ടന്റെ മൈൻഡ് വോയിസ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മാരുടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. അല്ല അതല്ല എന്റെ മൈൻഡ് വൈസ് ഞാൻ പറയും, ഇത് കഴിഞ്ഞ് പറയാം. ക്രിസ്തേട്ടൻ ചിലപ്പോ ഷെഫിന് മനസ്സിലാവുന്നുള്ള രീതിയിലായിരിക്കും പ്ലാൻ ചെയ്തത്. വന്നപ്പോഴത്തേക്കും എന്താ പറയാ, ടെസ്റ്റ് ചെയ്യാൻ വന്നത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള നമ്മൾക്ക് ഇതിനെപ്പറ്റി അധികാരമായിട്ടൊന്നും അറിയത്തില്ല. അല്ല, ഇത് ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് ഓരോ ഏരിയയിൽ ഓരോന്ന് പോലെയാണ്. അമേരിക്കയിൽ കിട്ടുന്ന ക്യാൻഡീസിൽ കൂടുതലും കറുവപ്പട്ട ആഡ് ചെയ്യും. നമുക്കത് കഴിക്കാൻ പറ്റില്ല, കാരണം കറുവപ്പട്ട ടേസ്റ്റ് മാത്രം ഉണ്ടാകുന്ന ഒരു ക്യാൻഡി കഴിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചേർന്നതല്ല. അവരുടെ പാലറ്റിന് അത് കറക്റ്റാണ്. അതേപോലെ ഉടുവാറയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഏതെങ്കിലും ഒരു സൈഡിൽ ചെന്ന് അവിടെ കട്ട്ലറ്റ് കഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചൈനീസ് ഫുഡിൽ മുഴുവൻ കൊത്തമല്ലിയൊക്കെ ഇട്ട് അതിനെ ചൈനീസ് അല്ലാണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും ഏത് നാട്ടിലെ എന്ത് ഡിഷാണോ ആ ഫ്ലേവറിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം ദീപന്റെ ആദ്യം മറ്റേ ജീരകം കൂടി നിൽക്കുന്നു. അത് മെക്സിക്കൻ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. അപ്പോൾ ഏത് രാജ്യത്തെ ഫുഡാണോ ആ ഫ്ലേവർ മനസ്സിലാക്കാൻ ആ പാലറ്റ്. നോർമലി നമ്മുടെ മലയാളികൾ ഒരു ചെറിയ ഗുണമാണോ ദോഷമാണോ തരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ യു എസിൽ ട്രിപ്പിൽ പോയാലും നമ്മൾ ചോദിക്കും കഞ്ഞിയും ചമ്മന്തി, അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലേവർ എന്താണെന്നോ അവിടുത്തെ ടേസ്റ്റ് എന്താണെന്ന് അന്വേഷിക്കാൻ നമ്മൾ പോകാറില്ല. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഞാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഇപ്പം നമ്മൾ തായ്വാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ മെക്സിക്കോ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ അവിടുത്തെ ടേസ്റ്റ് അറിയാൻ നോക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റൂല, ചിലപ്പോൾ പൊരുത്തപ്പെടാൻ പറ്റുമായിരിക്കും. പക്ഷെ ബേസിക്കലി നമുക്കൊരു ടോൺ ഉണ്ട്, നമ്മുടെ നാവിനൊരു. നമുക്ക് അത് കിട്ടിയാലേ സുഖമുള്ളൂ. ഇപ്പോൾ തായ് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഉപ്പും പഞ്ചസാരയും മുളക് പൊടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ആ മിക്സ്. അത് എന്താന്ന് പോലും നമ്മളറിയാതെ നമ്മൾ കഴിക്കുകയില്ല, നമ്മൾ വെറുതെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പോകും. പക്ഷെ അത് മുക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉപ്പും മുളക് പൊടിയും ചേർത്ത് മാങ്ങ കഴിക്കുന്നതിൻ്റെ വേറൊരു ഫീലാണ്. പഞ്ചസാരയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് അതൊരു പിങ്ക് കളർ പൊടിയാണ്. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നാഗാലാൻഡിലുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ പറ്റില്ല നമുക്ക്, പക്ഷെ അവര് വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ഫുഡാണ്. സിമ്പിൾ. അപ്പൊ അത് ഓരോ നാടിന്റെയും പ്രത്യേകതകളാണ് നമ്മൾ ഇവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്തോളൂ, നമ്മളിപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട വിഷ്ണു. കാരണം നമുക്കിവിടെ വരുന്ന ഗസ്റ്റുകളും ഇപ്പൊ ഷെഫുമാരല്ലാതെ വരുന്ന ഗസ്റ്റുകളും അഭിപ്രായങ്ങൾ പറയാറില്ലേ? അത് അവരുടെ രുചിയാണ്. നമ്മളിവിടെ പ്രോമിനൻസ് കൊടുക്കുന്നത് രുചിക്കാണ്. അത് രുചിയുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം. അതാണ് നമ്മൾ പറഞ്ഞത്, പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutavedi KSFE and നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. അയ്യോ, അനീഷേട്ടാ, കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്ന നമ്മുടെ വീറും വാശിയോടുകൂടി നടന്ന മത്സരത്തിന്റെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ റിസൾട്ട്, നിങ്ങൾ തന്നെ തയ്യാറാക്കിയതാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ തന്നെ സഹിക്കുക, ഞങ്ങളെ ഒന്നും പറയില്ല. സാധാരണ പറഞ്ഞ മറ്റേ ഷെഫിനോട് എന്തോ പാർഷ്യാലിറ്റി ഉണ്ട്. ഷെഫ് അതിനെ കുറിച്ച് അറിയാത്തോണ്ടാണ് എന്നൊക്കെ പറയാം, കുറ്റം പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഒരു ഷെഫുമാരും നിങ്ങളുടെ ഫോട്ടോ എടുക്കൂല, കാരണം പേടിയാണ്. നമ്മൾ വിചാരിക്കും ഇനി വല്ല തോന്നിയാലോ. സത്യമാണത്. അപ്പൊ സംഭവിച്ചെന്താണ്, ഷെഫ് വിളിച്ചിട്ടാരും വരുന്നില്ല ഇപ്പൊ. അയാൾ വിളിച്ചാരെങ്കിലും ചീത്ത അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവർ പ്രഖ്യാപിച്ചു. ആരൊക്കെ വിളിച്ചു ഷെഫിനെ? സത്യം പറ. നവീനെ മാത്രം ആരും പറയുന്നത്. നവീൻ ഒരിക്കലും വിളിച്ചിട്ടില്ല, കൂടെ പോയി, കൂടെ അങ്ങ് പോയി. എന്റെ കൂടെ അനീഷേട്ടൻ കൂടെ പോയി. പുള്ളി ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഫുഡ് ആസ്വദിച്ച് കഴിച്ചു. ഇന്ന് അതുകൊണ്ട് വല്ല പ്രശ്നമാണോ? എന്തായാലും പരസ്പരം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ദേഷ്യമോ വിരോധമോ തമാശയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും എപ്പിസോഡ് ഗംഭീരമായിരുന്നു. ഓക്കെ, ഗംഭീരമായിരുന്നു, നല്ല വിഭവങ്ങളുമായിരുന്നു. അപ്പൊ കട്ട്ലറ്റിനാണ് നമ്മുടെ താരം. അപ്പൊ കട്ട്ലറ്റിനെ പലരും പല തരത്തിൽ കൊണ്ടുവന്നു, അതിന്റെ മാർക്കും പലതരത്തിലാണ്.
പക്ഷെ വേറൊരു കാര്യം, ഈ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ ഈ ലൈഫിൽ ഒരിക്കലും ആരും കട്ട്ലറ്റ് കഴിക്കൂല. ഞങ്ങൾ എല്ലാവർക്കും ഫുള്ളാണ് ഇട്ടത്. അപ്പൊ നമുക്ക് ഞാൻ നല്ല മാർക്ക് crucial ആയിട്ടുള്ള ഞാൻ വിശ്വസിക്കും വിധി അങ്ങ് പ്രഖ്യാപിക്കാം. വിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആദ്യം സെക്കൻഡ് പൊസിഷൻ പറയാം അല്ലേ? സെക്കൻഡ് മാർക്ക് പൊസിഷൻ പറയണം കേട്ടോ. മാർക്ക് പറയും. മാർക്ക് പിന്നെ Okay. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ബീന ആന്റണി ആൻഡ് നവീൻ. ഓക്കേ, അടിപൊളി. സന്തോഷം. സന്തോഷം. സ്പ്രൗട്ട്. യാ, സ്പ്രൗട്ട്. വാവ്. സൂപ്പർടാ സ്പ്രൗട്ട്. ഒരു സെക്കൻഡും കൂടെ ഉണ്ട്. രണ്ടുപേരും സെക്കൻഡാ. അതെ. അടിപൊളി, അപ്പൊ ആ സെക്കൻഡ് കൂടെ അങ്ങ് പറയട്ടെ. ബീന ചേച്ചിന്റെയും നവീൻ ചേട്ടന്റെയും ഒപ്പം 17 മാർക്കോട് കൂടി സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നു നാദിറ ആൻഡ് വിഷ്ണു. കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക് എനിക്കൊരു ചൂരൽ വേണ്ടി വരും. ഇത് നിങ്ങൾ അടിച്ചു, ഒന്നുകിൽ ചൂരൽ അല്ലെങ്കിൽ ആണി. ഇത് ആണിയാണ് നല്ലത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. സെക്കൻഡോ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ഫസ്റ്റ് വരെ ഒരു പോയിന്റ്. ഇതുണ്ടോ? പേടിച്ചങ്ങട്ട് എടുത്തോ. നിങ്ങൾ ഷെയർ ചെയ്തെടുത്തോടെ. ഷെയർ ചെയ്യണം. നിങ്ങളുടെ സ്നേഹം. പേപ്പർ കീറല്ലേ, പേപ്പർ കീറല്ലേ, പേപ്പർ കീറല്ലേ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി കെ സഫി ആൻഡ് നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. രാമചന്ദ്രൻ. ഇനിയിപ്പോ രണ്ട് ടീമാണുള്ളത്. ഇതിൽ ആർക്കായിരിക്കും ഫസ്റ്റ്? യമുന ദീപൻ 100%. നാദിറ ഇവരിൽ ആർക്കാണ് ഫസ്റ്റ് എന്ന് ആയിരിക്കാം. ഈ ഒരു അവസരം ഞാൻ ശരി, വിട്ടേക്ക്. ഓക്കെ, മീനാക്ഷി. ഞാൻ ഇവര് രണ്ടുപേർക്കും ഒരേ മാർക്കാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അതാണ് കുഴപ്പമായത്. അതാണ് അല്ല, കുഴപ്പമായത്. ഞാൻ രണ്ടും ചേച്ചി, മോശം. അതാണ് കുഴപ്പമായത്. അല്ല, ഇവരുടെ രണ്ടുപേരുടെയും അങ്ങനെ ഒരാൾക്ക് മാർക്ക് ഇടരുത്. അല്ല, വേറെ അങ്ങനെ ഇടരുത്. നീ ഒന്ന് പോടാ. അതുകൊണ്ട് രണ്ടുപേർക്ക് ഫസ്റ്റ് കിട്ടി. പ്ലീസ്, രണ്ട് ഫസ്റ്റ്. 20 മാർക്കോട് കൂടി അങ്ങനെ 20 മാർക്കോട് കൂടി രണ്ട് ടീമും ഫസ്റ്റ്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. വളരെ സീരിയസ് ആയിട്ട് പറയാം. കാരണം നമ്മൾ നോർമലി അദ്ദേഹത്തിന്റെ ഡിഷ് കഴിച്ചപ്പോഴും നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞപ്പോൾ പക്ഷെ പറഞ്ഞതിനേക്കാൾ ഒരു മാർക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല എന്നുള്ളത് വളരെ നല്ല ജെന്യൂൻ ആയിരുന്നു. കാര്യം പറയട്ടെ, ചേച്ചി, നമ്മളിത് പറഞ്ഞപ്പോ അല്ല വേറൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വേറൊരു കാര്യം ഞങ്ങൾ ഇത് പറഞ്ഞപ്പോ ശരിക്കും ദിവ്യക്കൊക്കെ കുറച്ച് വിഷമം തോന്നി. എനിക്ക് തോന്നി ദിവ്യ അത് തിരിച്ചോട് പറഞ്ഞു പിന്നെ ചേച്ചിനെയും കട്ട്ലെറ്റ് അല്ലാന്ന് ഞാനത് പറഞ്ഞു തിരിച്ചൊക്കെ പറഞ്ഞു. ഒരിക്കലും എതിർക്കാത്തത് പക്ഷേ മാർക്കിന് അങ്ങനെ ചെയ്തില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് മീൻസ് നമുക്ക് കട്ട്ലേറ്റിനൊക്കെ ഒരു ഷേപ്പ് കാര്യങ്ങൾ അത് അറിയാം. കട്ട്ലേറ്റ് ഒന്ന് കട്ട്ലേറ്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ എല്ലാരും പറഞ്ഞു അത് കട്ട്ലേറ്റ് ഫീലില്ല, ഒരു ബണ്ണ് പോലെ പക്ഷേ അത് അവിടുത്തെ കട്ട്ലേറ്റ് അങ്ങനെ അത് അറിയില്ലല്ലോ. അപ്പൊ അവിടുത്തെ കട്ട്ലേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയട്ടേന്നില്ല. അപ്പൊ ഫീലായി ഇല്ല കാര്യം അതാണ് ഞാൻ പറഞ്ഞേ. വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാത്തിന്റെ അവസാനത്തിന്റെ അവസാനം നമ്മൾ നല്ല സൗഹൃദമായിരുന്നു, സ്നേഹമായിരുന്നു, അതിനേക്കാൾ ജെന്യൂൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ റിസൾട്ട് ഇങ്ങനെ വന്നത്. വളരെ സന്തോഷം.
ടേസ്റ്റ് ആണ് നോക്കിയത്. ദാ, അപ്പൊ രണ്ടുപേരും കൂടി പങ്കിട്ടെടുത്തോ മക്കളെ.